ഹലോ, എല്ലാവർക്കും കിളിക്കൂടിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. കുറച്ച് ദിവസം വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ചെടിയിലൊക്കെ നിറയെ റോസ് മുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്, എല്ലാത്തിലും നിറയെ പൂവുകൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഒരെണ്ണത്തിൽ തന്നെ 3, 4, 5 പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കനം കൂടിയിട്ട് എന്താണെന്നറിയില്ല, അതിങ്ങനെ ചെരിഞ്ഞ് നിൽക്കുക. അപ്പോൾ ഞാൻ അങ്ങനെ അതിനെങ്ങനെ നിവർത്തി നിർത്താൻ വേണ്ടിയിട്ട് ഒരു വടിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പൂവുകൾ ഞാൻ അതിനെ കട്ട് ചെയ്തെടുക്കുകയാണ് വിളക്ക് വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഞാനിങ്ങനെ പൂവൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പം അതിങ്ങനെ കട്ട് ചെയ്ത് വിടും. അതുകൊണ്ടാണെന്നറിയില്ല, എപ്പോഴും ഇതിലിങ്ങനെ പൂവ് ഉണ്ടായിക്കൊണ്ടേ ഇരിക്കാറുണ്ട് കേട്ടോ. എന്ത് ഭംഗിയല്ലേ ഇത് നിൽക്കണ കാണാൻ. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ റോസാപ്പൂ തന്നെയാണ് കേട്ടോ. കളർ ഇതിലും ഭംഗിയുണ്ട് നേരിട്ട് കാണുമ്പോൾ. അപ്പം ഞാൻ പൂവുകളൊക്കെ പൊട്ടിച്ചു, വിളക്ക് വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. ഇനി കുറച്ച് പൂവും കൂടെയൊക്കെ വേണം, കുറച്ച് തെച്ചി, തുളസി. അപ്പോൾ അതും കൂടെയൊക്കെ നമുക്ക് പൊട്ടിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അത് ഈ വീടിൻ്റെ തെക്കേ സൈഡിലാണ് കേട്ടോ. 2 സൈഡിലായിട്ടാണ് ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. ഇത് റോഡിനോട് ചേർന്ന സൈഡാണ്. അപ്പോൾ നന്നായിട്ട് മഴക്കാലം ആയതുകൊണ്ട് എന്താണെന്നറിയില്ല, എല്ലാത്തിലും നന്നായിട്ട് ഇലകളൊക്കെ വന്ന് തളിരൊക്കെ വന്ന് നല്ല പച്ച കളറിലെല്ലാം നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് മഞ്ഞളിൻ്റെ ഇലയിലാണ് ഞാനിത് പൊട്ടിച്ചെടുക്കാറ്. അപ്പോൾ ഇനി വിളക്കൊക്കെ ഒന്ന് തേച്ച് വൃത്തിയാക്കിയിട്ട് നമുക്ക് വിളക്ക് വയ്ക്കാൻ നോക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ദിവസമായിട്ട് നല്ല മഴയായിട്ട്, ഒരാഴ്ചയായിട്ട് രാത്രിയും പകലൊക്കെ ഒരേപോലെ നല്ല മഴ, ചാറ്റൽ മഴയൊന്നല്ല, നല്ല മഴ. തുണികളൊക്കെ ഉണങ്ങി കിട്ടാൻ എന്ത് ബുദ്ധിമുട്ടാണ്. അത് കാരണം എവിടേക്കും പോകാനും തോന്നുന്നില്ല. വെള്ളം കണ്ടോ, സൈഡിൽ കൂടെയൊക്കെ വെള്ളം ഫുള്ള്, ഷീറ്റിട്ടിട്ട് പോലും മുറ്റത്തേക്കൊക്കെ വെള്ളം വരും. നല്ല കാറ്റോട് കൂടിയിട്ടുള്ള മഴയായ കാരണം വിളക്കൊക്കെ വെച്ചാലും 2 മിനിറ്റ് ആകുമ്പോഴേക്കും അത് കെട്ടുപോവുകയാണ് കാറ്റിൻ്റെ ശക്തി കാരണം. അത്ര കാറ്റാണ്. മഴ എന്ന് പറഞ്ഞാലും പോരാ. വീടിൻ്റെ അടുത്ത് തന്നെ പുഴയൊക്കെ ഉള്ള കാരണേ നല്ല അതിൻ്റെ വെള്ളം ഇങ്ങനെ ഇതിൻ്റെ വെള്ളത്തിൻ്റെ ഒരു സൗണ്ടില്ലേ, അതൊക്കെ ഇങ്ങനെ കേൾക്കാം. ഇത് ഞങ്ങളുടെ മണിക്കുട്ടിയാണ് കേട്ടോ. ഇവിടെ നന്നായിട്ട് സംസാരിക്കും കേട്ടോ. ഈ വീട്ടിലെ എല്ലാവരുടെ പേരും പറയും. പിന്നെ തത്തമ്മേ പൂച്ച പൂച്ച എന്ന് പറയും, പാട്ട് പാടും. ഇങ്ങനെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ അവൾക്ക് ഇങ്ങനെ കഴുത്തിൻ്റെ അവിടെ ഇങ്ങനെ തലോടി കൊടുക്കണം. അതെല്ലാവരും ഒന്നും സമ്മതിക്കില്ല കേട്ടോ. ഞാനും മോളും മാത്രം പോയാൽ മാത്രമേ ഇങ്ങനെ ചെയ്യാറുള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടൊക്കെ വൃത്തിയാക്കി അത് കഴിഞ്ഞ് ഇനി അവൾക്ക് രാവിലെ ഭക്ഷണമൊക്കെ കൊടുക്കും. നമ്മൾ കഴിക്കുന്ന അതേ ഫുഡുകൾ തന്നെയാണ് കേട്ടോ അവളും കഴിക്കുക. ദോശ, ഇഡ്ഡലി, പുട്ട്, ഇടിയപ്പം, നമ്മളെന്താണോ കഴിക്കുന്നത്. അപ്പോഴേക്കും കൊറിയറിൽ ഞാൻ സ്റ്റോൺ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. യൂട്യൂബിൽ കണ്ടിട്ട് ഫസ്റ്റ് ടൈം വാങ്ങുകയാണ് കേട്ടോ. എന്താവുന്നൊന്നും അറിയില്ല. അത് യൂസ് ചെയ്തിട്ട് ഞാനതിൻ്റെ അഭിപ്രായം പറയാം കേട്ടോ. അപ്പോൾ ഇതാണ് ആ സാധനം. ആലം സ്റ്റോൺ എന്നോ അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ പേര്. കറക്റ്റ് ഞാനിത് യൂസ് ചെയ്തിട്ടില്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് കാണുന്നത് തന്നെ. ഇതിൽ യൂസ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്താണ് ഇതിൻ്റെ ഗുണങ്ങൾ എന്നൊക്കെ ഒന്ന് പറഞ്ഞു തരും കേട്ടോ. അവർ പറഞ്ഞത് ഇത് കുളിക്കുന്ന വെള്ളത്തിലൊക്കെ ഇടാം, നമ്മൾ ഫേസ് പാക്കൊക്കെ ഇടുമ്പോൾ അതിലൊക്കെ ഇടാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ വീടിൻ്റെ മുന്നിൽ കൂടെ ഒരാൾ പോകുന്നുണ്ടോ, സ്പീഡിൽ പോകുന്നത് കണ്ടോ. എപ്പോഴും വീടിൻ്റെ അടുത്ത് ഇങ്ങനെ നിറയെ വന്ന് നിൽക്കും കേട്ടോ. പുഴയാണ്, നേരെ ബൈക്ക് നിൽക്കുന്നതിൻ്റെ അപ്പുറത്തൊക്കെ പുഴയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിലേക്ക് വന്നു. ചിനക്കത്തൂർ അമ്പലമാണിത്, അതിലെ കുളമാണിത്. അപ്പോൾ ഉണ്ണി അങ്ങോട്ട് നോക്കി നിൽക്കുകയാണ്. ഇവിടേക്ക് ഇറങ്ങിപ്പോകാൻ കുറേ സ്റ്റെപ്പുകളൊക്കെ ഉണ്ട്, അങ്ങോട്ട് പോകാറൊന്നുമില്ല. ഇവിടെ നിന്നു. നല്ല തിരക്കുണ്ട് അത്യാവശ്യം. കർക്കിടക മാസം ആയതുകൊണ്ട് എന്താണെന്നറിയില്ല, അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. എന്നും രാവിലെ പ്രഭാത ഭക്ഷണമൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് വീട്ടിലെത്തി. അങ്ങനെ അമ്പലത്തിൽ നിന്നൊക്കെ ഞാൻ വീട്ടിലെത്തി. അപ്പോൾ നമ്മുടെ ചെടികളൊക്കെ നന്നായി വളരുന്നുണ്ട്. ഇനി കുറച്ച് തുണിയൊക്കെ അലക്കാനുണ്ട്. അപ്പോൾ ഞാൻ തുണി അലക്കുന്നതിൻ്റെ മുന്നേ അവിടെ തുണി അലക്കാൻ റെഡി ആയിട്ട് ഒരാളെത്തിയിട്ടുണ്ട്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.